മോശയ്ക്ക് രണ്ടാം ഭാര്യ ഉണ്ടായിരുന്നോ? ചരിത്രകാരന്മാരും ബൈബിൾ പണ്ഡിതന്മാരും നൂറ്റാണ്ടുകളായി മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നിഗൂഢമായ കാര്യമാണ് മോശയുടെ രണ്ടാം ഭാര്യയുടെ സംഭവകഥ. കൂശ്യ സ്ത്രീയുടെ സംഭവം പറയുന്ന ബൈബിൾ വചനം ഒരുപാട് വ്യാഖ്യാതാക്കൾ പരിശോധിച്ചിട്ടുണ്ട്. ചിലർ അത് എല്ലാവർക്കും അറിയാവുന്ന ഭാര്യയായ സിപ്പോറയാണെന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് നോക്കാം. ചിലർ അതല്ല, അത് രണ്ടാം ഭാര്യയാണെന്ന് പറയുന്നു. ഈ വീഡിയോയിൽ അതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. മോശയുടെ ആദ്യ ഭാര്യയായ സിപ്പോറയെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും ഐക്കാർഡിലും ഇടാം. കാണാത്തവർ കാണുക. ഈ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഈ കാര്യം പറഞ്ഞിരിക്കുന്നത് സംഖ്യാപുസ്തകം 12-ാം അധ്യായത്തിലാണ്. അവിടെ മിരിയമും അഹറോനും തമ്മിൽ സംസാരിക്കുമായിരുന്നു. മോശ ഒരു കൂശ്യ സ്ത്രീയെ കല്യാണം കഴിച്ചതുകൊണ്ട് അവനോട് ദേഷ്യപ്പെടുമായിരുന്നു. സംഖ്യാപുസ്തകം 12-ാം അധ്യായം 1-ാം വാക്യം. മോശ ഒരു കൂശ്യ സ്ത്രീയെ വിവാഹം കഴിച്ചതുകൊണ്ട് കൂശ്യ സ്ത്രീ നിമിത്തം മിരിയാമും അഹ്റോനും മോശയ്ക്ക് വിരോധമായി സംസാരിച്ചു. ഈ പുറപ്പാട് പുസ്തകത്തിൽ പറയുന്നതനുസരിച്ച് മോശ മിദ്യാനിലേക്ക് ഓടിപ്പോയി സിപ്പോറ എന്ന സ്ത്രീയെ കല്യാണം കഴിച്ചു. എന്നിരുന്നാലും അത് കൂശ്യ സ്ത്രീയാണെന്ന് ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല. അപ്പൊ ഈ കൂശ്യ സ്ത്രീ പെട്ടെന്ന് എവിടെ നിന്നാണ് വന്നത്? കൂശ്യ സ്ത്രീയുടെ സംഭവകഥ ഒരുപാട് നിഗൂഢത നിറഞ്ഞതാണ്. അതിനെക്കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ മോശ കൊട്ടാരത്തിൽ താമസിക്കുന്ന സമയത്ത് അവന് ചെറുപ്പത്തിൽ നടന്ന കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കൂഷ് ജനങ്ങളുമായി മോശയ്ക്ക് എങ്ങനെ ബന്ധമുണ്ടായെന്ന് ചോദിച്ചാൽ, ചെറുപ്പത്തിൽ മോശയെ ഫറവോൻ കൂഷ് ദേശത്തേക്ക് ഒരു ദൗത്യത്തിനായിട്ട് അയച്ചു. ഇപ്പോ എത്യോപ്യ എന്നറിയപ്പെടുന്ന കൂഷിലെ ഒരു യുദ്ധത്തിൽ ഈജിപ്ഷ്യൻ സൈന്യത്തെ നയിക്കാനായിട്ട് മോശയെ ചുമതലപ്പെടുത്തി. തന്റെ ഈജിപ്ഷ്യൻ സൈന്യത്തെയും കൊണ്ട് മോശ കോട്ട കെട്ടിയ തലസ്ഥാന നഗരമായ ഷേബയിലേക്ക് പോയി. എന്നിരുന്നാലും ഷേബയിലെത്തിയപ്പോൾ മോശ ഒരു പ്രധാന വെല്ലുവിളി നേരിടേണ്ടി വന്നു. നഗരത്തെ ചുറ്റി മതിലുണ്ടായിരുന്നു. നൈൽ നദിയുടെ നടുക്കായിരുന്നു ഈ ദ്വീപ്. ഈ സ്ഥലത്തിലേക്ക് ഈജിപ്തുകാർ എത്തിപ്പെടാൻ പല പ്രാവശ്യം ശ്രമിച്ചു. പക്ഷേ എത്ര ശ്രമിച്ചിട്ടും നടക്കാതെ വന്നതുകൊണ്ട് പിൻവാങ്ങാൻ തയ്യാറായി. അപ്പോ എത്യോപ്യക്കാർ വഞ്ചനപരമായ രീതിയിൽ അവരുടെ അടുത്തു വന്നു. എത്യോപ്യയിലെ രാജാവായ ടെർബസിന്റെ മകൾ മോശയെ നഗരത്തിന്റെ മതിലുകൾക്ക് മുകളിൽ നിന്ന് കണ്ടു. അവനോട് വല്ലാതെ ഇഷ്ടം തോന്നി. അവൾ ഒരു ദാസനെ ഒരു ഉടമ്പടി ഉണ്ടാക്കാനായിട്ട് അവരുടെ അടുത്തേക്ക് അയച്ചു. എത്യോപ്യൻ രാജകുമാരിയെ കല്യാണം കഴിക്കാം എന്ന വ്യവസ്ഥയിൽ ഷേബ രാജ്യം മോശയ്ക്ക് കീഴടങ്ങും എന്ന് പറയിച്ചു. മോശെ ആ കാര്യം സ്വീകരിച്ചു. അത് നടപ്പിലാക്കി. ഒരു യുദ്ധവും ഇല്ലാതെ തന്നെ നഗരം മോശയ്ക്ക് കൈമാറി. അദ്ദേഹം ഒരു എത്യോപ്യൻ ഭാര്യയുമായി ഈജിപ്തിലേക്ക് തിരിച്ചുപോയി. സംഖ്യാപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കൂശ്യ സ്ത്രീയുമായുള്ള ബന്ധം ഇവിടെയാണ് ആരംഭിക്കുന്നത്. BC 2-ാം നൂറ്റാണ്ടിൽ അലക്സാൻഡ്രിയയിലെ ജൂത ഗ്രീക്ക് ചരിത്രകാരനായ ആർട്ടപ്പനസ് ആണ് ഈ വ്യാഖ്യാനം നൽകിയത്. ജൂത പാരമ്പര്യത്തിൽ പറഞ്ഞിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വ്യാഖ്യാനം എന്ന് പറഞ്ഞാൽ, മോശ കൂശ്യ സ്ത്രീയെ വിവാഹം കഴിച്ചത് അവൻ ഇഷ്ടപ്പെട്ട് ചെയ്ത കാര്യമല്ല, പകരം കൂശ്യ ജനം അവനെ നിർബന്ധിച്ച് കല്യാണം കഴിപ്പിച്ചു എന്നാണ്. ഇതിന്റെ എല്ലാ ആരംഭം എന്ന് പറയുന്നത് ഫറവോൻ മോശയെ കൊല്ലാൻ ശ്രമിച്ചു. അപ്പോൾ മുതലാണ് എല്ലാ സംഭവങ്ങളുടെയും ആരംഭം. അത് കാരണം കൂഷ് ദേശത്തേക്ക് ഓടി രക്ഷപ്പെടാൻ നിർബന്ധിതനായി. തുടർന്ന് കൂശ്യ ജനം മോശയോട് അവരുടെ രാജ്ഞിയെ വിവാഹം കഴിക്കാൻ നിർബന്ധിച്ചു. എന്നിരുന്നാലും ഈ വ്യാഖ്യാനത്തിന് ചില പ്രശ്നങ്ങളുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ, അവൻ ഈജിപ്റ്റ് വിട്ട് ഓടി ഈ കൂഷ് ദേശം വന്നിട്ട് അവിടുത്തെ രാജ്ഞിയെ വിവാഹം കഴിച്ചു എന്ന് പറയുമ്പോൾ തുടർന്നുള്ള സംഭവങ്ങളിൽ മിദ്യാനിലേക്കുള്ള യാത്രയെപ്പോലെ ഈ കൂശ്യ സ്ത്രീയെക്കുറിച്ച് പറയാത്തത് എന്തുകൊണ്ട് എന്നുള്ളതാണ്. നമുക്കതിനെക്കുറിച്ച് വീഡിയോയുടെ അവസാനം നോക്കാം. വേറൊരു വ്യാഖ്യാനം എന്ന് പറയുന്നത്, സിപ്പോറ തിരിച്ച് തന്റെ അപ്പന്റെ അടുത്തേക്ക് പോയി താമസിക്കുന്ന സമയത്ത് കല്യാണം കഴിച്ച വ്യക്തിയായിരിക്കും ഈ കൂശ്യ സ്ത്രീ എന്ന് പറയുന്നു. പുറപ്പാട് 18-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ അവൾ മോശയുടെ അടുത്തേക്ക് തിരിച്ചു വരുന്നതിന് മുമ്പ് ഈ കല്യാണം നടന്നു കാണാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. പാരാൻ മരുഭൂമിയിൽ എത്തുന്നതിനും 12 ഒറ്റുകാരെ അയക്കുന്നതിനും തൊട്ടു മുമ്പ് മരുഭൂമിയിലെ യാത്രാ സമയത്താണ് മോശ കൂശ്യ സ്ത്രീയെ വിവാഹം കഴിച്ചത്. ഈജിപ്തിൽ നിന്നുള്ള പുറപ്പാടിന് മുമ്പ് മോശ മിദ്യാന്യ സ്ത്രീയെ വിവാഹം കഴിച്ചതിന് ശേഷമാണ് ഇത് സംഭവിക്കുന്നത്. അതുകൊണ്ട് മരുഭൂമിയിലെ യാത്രാ സമയത്താണ് മോശെ ഒരു കൂശ്യ സ്ത്രീയെ വിവാഹം കഴിച്ചത്. BC 1600 മുതൽ 1200 വരെ ഈജിപ്തിൽ നിന്നുള്ള പുറപ്പാടിന്റെ സമയം ഉൾപ്പെടെ ഏകദേശം 400 വർഷം കൂശ്യർ ബാബിലോണിയൻ സാമ്രാജ്യം ഭരിച്ചിരുന്നു. കറുത്ത കൂശ്യ ദൂതന്മാർ പലപ്പോഴും ഈജിപ്തിലേക്ക് യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു എന്നും ഈജിപ്ഷ്യൻ കറുത്ത രാജവംശങ്ങൾ തമ്മിലുള്ള വിവാഹങ്ങൾ സാധാരണയായിരുന്നുവെന്നും ചരിത്രം പറയുന്നുണ്ട്. ചിലപ്പോൾ അതിന്റെ ഒരു ഭാഗമായി മോശ ഒരു കൂശ്യ സ്ത്രീയെ വിവാഹം കഴിച്ചു കാണാൻ സാധ്യതയുണ്ടെന്ന് അനുമാനിക്കാം. യാക്കോബ്, അബ്രഹാം, ശലോമോൻ, ദാവീദ് തുടങ്ങിയ ഒരുപാട് ഇസ്രായേലിയർക്ക് ഒന്നിലധികം ഭാര്യമാർ ഉണ്ടായിരുന്നതുകൊണ്ട് മിരിയാമിന്റെയും അഹ്റോന്റെയും കോപം ശരിക്കും പറഞ്ഞാൽ മോശയ്ക്ക് 2 ഭാര്യ ആയതുകൊണ്ടായിരിക്കില്ല. പകരം മോശയെ അവരുടെ വംശത്തിന് പുറത്ത് വിവാഹം കഴിച്ചതുകൊണ്ടായിരിക്കാനാണ് സാധ്യതയുള്ളത്. ബൈബിൾ പറയുന്ന അനുസരിച്ച് ഹാമിന്റെ മൂത്ത മകനായിരുന്നു ഈ കൂഷ്. ബൈബിൾ അനുസരിച്ച് അവന്റെ സഹോദരന്മാരുടെ അടിമയാകാൻ പിതാവായ നോഹ അവനെ ശപിച്ചു. നോഹ പറഞ്ഞു, കനാൻ ശപിക്കപ്പെട്ടവൻ,
അവൻ തന്റെ സഹോദരന്മാർക്ക് അധമദാസനായി തീരും എന്ന്. ഉൽപ്പത്തി 9:25. മിരിയാമും അഹ്റോനും സംസാരിച്ചു തുടങ്ങിയ സമയത്ത് തന്നെ അവർ പറയുന്നത് കേട്ട് ദൈവം അസ്വസ്ഥനായി. യഹോവയുടെ കോപം അവർക്കെതിരെ ജ്വലിച്ചു. അവിടുന്ന് അവരെ വിട്ടുപോയി. സംഖ്യാപുസ്തകം 12:9. മോശയുടെ ഭാര്യയെക്കുറിച്ചുള്ള മിരിയാമിന്റെ ദയയില്ലാത്ത വാക്കുകൾ കാരണം അവൾക്ക് കുഷ്ഠരോഗം പിടിച്ചു. അന്യജാതിക്കാരിയെ വിവാഹം കഴിച്ചതിന് മോശയെ വിമർശിച്ച മിരിയാം അവളുടെ ചർമ്മത്തിന് സ്വയം ദോഷം വരുത്തിവെച്ചു. അപ്പോൾ മോശയുടെ ഭാര്യയ്ക്ക് വ്യത്യസ്തമായ ചർമ്മനിറമായിരുന്നു എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് മോശയുടെ ഭാര്യയെക്കുറിച്ച് മോശമായി സംസാരിച്ചത് കൊണ്ട് മിരിയാമിന് ത്വക്കിൽ തന്നെ ശിക്ഷ കിട്ടിയത്. മേഘം കൂടാരത്തിന് മീതെ ഉയർന്നപ്പോൾ മിരിയാം ഹിമം പോലെ വെളുത്ത് കുഷ്ഠരോഗിണിയായി. അഹ്റോൻ അവളെ നോക്കി, അവൾ കുഷ്ഠരോഗിണി എന്ന് കണ്ടു. സംഖ്യാപുസ്തകം 12:10. ഇതിൽ നിന്ന് മഞ്ഞുപോലെ വെളുത്തതെന്ന് പറയുന്നതിലൂടെ മിരിയാമിന്റെ ചർമ്മത്തിന്റെ നിറം വെളുത്തതാണെന്ന് മനസ്സിലാക്കാം. കൂശി സ്ത്രീക്ക് ഇരുണ്ട ചർമ്മനിറമായിരുന്നു എന്ന് നേരിട്ട് പറഞ്ഞിട്ടില്ലെങ്കിലും ഈ സംഭവം അതിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നു. കൂശ്യരെയും അവിടുത്തെ ജനങ്ങളെയും പലപ്പോഴും യോദ്ധാക്കളായിട്ടും സമ്പന്നരായിട്ടും വിശേഷിപ്പിക്കാറുണ്ട്. ഈ വിവരണങ്ങൾ പൊതുവെ പോസിറ്റീവ് അല്ലെങ്കിൽ നിഷ്പക്ഷമോ. ബൈബിളിൽ കൂശിനെയും അവിടുത്തെ ജനങ്ങളെയും കുറിച്ച് പറഞ്ഞിരിക്കുന്ന മിക്ക സ്ഥലങ്ങളിലും അവരെ നെഗറ്റീവായി ചിത്രീകരിക്കുന്നില്ല. കൂശിന്റെ പിൻഗാമികളെ അവരുടെ ചർമ്മത്തിന്റെ നിറവുമായി വ്യക്തമായി ബന്ധിപ്പിക്കുന്ന ഒരൊറ്റ ബൈബിൾ വാക്യം എന്ന് പറഞ്ഞാൽ അത് യിരെമ്യാ പുസ്തകത്തിലാണ് ഉള്ളത്. ഇത് കൂശിന്റെ പിൻഗാമികളായ എത്യോപ്യക്കാരെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. കൂശിന് അവന്റെ ത്വക്കിനെയും പുള്ളിപ്പുലിക്ക് തന്റെ പുള്ളിയെയും മാറ്റാൻ കഴിയുമോ? എങ്കിൽ തിന്മ മാത്രം ചെയ്യാൻ ശീലിച്ചിരിക്കുന്ന നിങ്ങൾക്ക് നന്മ ചെയ്യാൻ കഴിയുമോ? യിരെമ്യാവ് 13:23. കൂഷ് എന്ന തലക്കെട്ട് ആഫ്രിക്കയിലെ കൂഷ് പ്രദേശവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇത് മോശയ്ക്ക് ആഫ്രിക്കൻ വംശജരും ഇരുണ്ട ചർമ്മമുള്ളതുമായ ഒരു രണ്ടാമത്തെ ഭാര്യയെ ഉണ്ടായിരുന്നുവെന്ന് സൂചിപ്പിക്കുന്നു. എന്നിരുന്നാലും നോഹയുടെ ശപിക്കപ്പെട്ട മകനായ ഹാമിന്റെ വംശപരമ്പരയിൽ നിന്നുള്ള ഒരു സ്ത്രീയെ മോശ കല്യാണം കഴിച്ചതായി ചിത്രീകരിക്കുന്നത് കൊണ്ട് തന്നെ ബൈബിൾ ഈ പാരമ്പര്യത്തെ അംഗീകരിക്കുന്നില്ല. എന്നാൽ മോശയ്ക്ക് 2 ഭാര്യമാർ ഉണ്ടായിരുന്നോ എന്നതിനെക്കുറിച്ചും ബൈബിൾ വ്യക്തമാക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. വാസ്തവത്തിൽ ഇസ്രായേലരെ മോചിപ്പിക്കാൻ വേണ്ടി ഫറവോനോട് സംസാരിക്കാൻ ഈജിപ്തിലേക്ക് മടങ്ങുന്നതുവരെ മോശയ്ക്ക് ഒരു ഭാര്യ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് സൂചിപ്പിക്കുന്ന ഒരു ബൈബിൾ വാക്യമുണ്ട്. അങ്ങനെ മോശ തന്റെ ഭാര്യയെയും പുത്രനെയും ഒരു കഴുതുപുറത്ത് കയറ്റി അവരെയും കൂട്ടി തിരികെ ഈജിപ്തിലേക്ക് യാത്രയായി. പുറപ്പാട് 4:20. പുറപ്പാട് പുസ്തകത്തിൽ മോശയ്ക്ക് ഒരു ഭാര്യയും പുത്രന്മാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കൂശ്യ സ്ത്രീയായ ഭാര്യ എപ്പോഴെങ്കിലും മരിച്ചുപോയി കാണും. മോശയ്ക്ക് സിപ്പോറ എന്ന ഭാര്യ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് നമുക്ക് തോന്നാൻ സാധ്യതയുണ്ട്. അപ്പോൾ ബൈബിളിൽ കൂശ്യ സ്ത്രീയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യത്തിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്ന് ചോദിച്ചാൽ, മോശയുടെ വിവാഹങ്ങളെക്കുറിച്ച് നമുക്ക് നോക്കുന്ന സമയത്ത് ബൈബിളിലുടനീളം ദൈവം എങ്ങനെയാണ് ഈ പശ്ചാത്തലത്തിൽ പ്രവർത്തിച്ചത് എന്നതിനെക്കുറിച്ചുള്ള വിലപ്പെട്ട ഉൾക്കാഴ്ചകൾ നമുക്ക് കിട്ടും. ബൈബിളിൽ ഇസ്രായേൽ ജനങ്ങളിൽ നിന്നല്ലാത്ത സ്ത്രീകൾ ഒരുപാടുണ്ട്. പക്ഷേ ദൈവം അവരെയും കരുതി എന്നുള്ളതാണ് വാസ്തവം. ഉദാഹരണത്തിന് രാഹാബും രൂത്തും. ഇസ്രായേലിന്റെ ചാരന്മാരെ ഒളിപ്പിച്ച ഒരു വേശ്യയായിരുന്നു ഈ രാഹാബ്. അതിനു പകരമായി ദൈവം അവളെയും അവളുടെ കുടുംബത്തെയും സംരക്ഷിക്കുമെന്ന് വാഗ്ദാനം ചെയ്തു. രൂത്ത് മോവാബിയ സ്ത്രീയായിരുന്നു. അവളുടെ ഇസ്രായേലി ഭർത്താവ് മരിച്ചു. അതേപോലെ അവളുടെ അമ്മായിയമ്മയായ നവോമിയും വിധവയായി. രൂത്ത് നവോമിയെ നോക്കിക്കൊള്ളാം എന്നും നവോമി പോകുന്നിടത്തെല്ലാം അവളും പോകുമെന്ന് തീരുമാനിച്ചിരുന്നു. അവർ ഇസ്രായേലിലേക്ക് താമസം മാറിയ സമയത്ത് രൂത്ത് തന്റെ 2ാമത്തെ ഭർത്താവായ ബോവസിനെ കണ്ടുമുട്ടി. എല്ലാം നവോമിയോടുള്ള അവളുടെ വിശ്വസ്തത കൊണ്ടാണ്. വേറൊരു വംശത്തിൽ നിന്നുള്ള ഒരാളെ വിവാഹം കഴിച്ചതിനെ വിമർശിച്ചതിന് അഹ്റോനോടും മിർയാമിനോടും ദൈവം എന്തിനാണ് അസ്വസ്ഥനായതെന്ന് ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകും. കനാന്യരെ വിവാഹം കഴിക്കരുതെന്നും അങ്ങനെ കനാന്യ വിഗ്രഹങ്ങൾ ഇസ്രായേലിൽ കൊണ്ടുവരുന്നത് തടയണമെന്നും ദൈവം ഇസ്രായേലിയർക്ക് മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു. എങ്കിലും ബൈബിളിൽ ദൈവം ഒരിക്കലും വേറെ വംശത്തിൽ നിന്നുള്ള ഒരാളെ കല്യാണം കഴിക്കാൻ പാടില്ല എന്ന് ഒരു സ്ഥലത്തും പറയുന്നില്ല. ദൈവം പറഞ്ഞ നിയമങ്ങൾ ലംഘിച്ചപ്പോൾ പോലും അത്ഭുതകരമായ വീണ്ടെടുപ്പിനുള്ള കാര്യങ്ങൾ ചെയ്യാൻ ദൈവം പുതുവഴികൾ കണ്ടെത്തി എന്നുള്ളതാണ് വാസ്തവം. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവർ.